നമസ്കാരം, സിറ്റിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ സർവേ കഴിഞ്ഞതോടെ 50 വർഷത്തിലധികമായി കരമടച്ചു വന്നിരുന്ന ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാതെ ഇടുക്കി ബൈസൺ വാലിയിലെ കർഷകർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയ ഇടതുപക്ഷം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും പീരുമേടിൽ സലിം കുമാറും സ്ഥാനാർത്ഥികളാകും. ഖജനാപ്പാറയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഷാജി കൊച്ചുകരോട്ട വീട് കയറി ആക്രമണം നടത്തിയെന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നും ആരോപണം അടിസ്ഥാനരഹിതവുമാണെന്നും കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷാംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്ന ആരോപണവുമായിട്ടാണ് വൈസ് പ്രസിഡന്റും BJP അംഗവും പ്രതിപക്ഷാംഗങ്ങളും കമ്മിറ്റി ബഹിഷ്കരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞതോടെ 50 വർഷത്തിലധികമായി കരമടച്ചു വന്നിരുന്ന ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാതെ ഇടുക്കി ബൈസൺ വാലിയിലെ കർഷകർ. ഡിജിറ്റൽ സർവേയിൽ വ്യാപകമായ തെറ്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം തെറ്റുകൾ വെരിഫൈ ചെയ്ത് കരമടയ്ക്കൽ നടപടി പൂർത്തീകരിക്കേണ്ട വില്ലേജ് ഓഫീസർ ലീവ് എടുത്തു പോയതോടെ കരമടവ് പൂർണ്ണമായും നിലച്ചു. ബാങ്ക് വായ്പകൾ എടുക്കാനാകാതെയും എടുത്ത ലോണുകളുടെ സബ്സിഡി ആനുകൂല്യം ലഭിക്കാതെയും ദുരിതത്തിലായിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ. ഞങ്ങൾ ഈ 2 മാസമായിട്ട് കരമടയ്ക്കാൻ നടക്കുന്ന ഈ സാർ അടച്ചു തരില്ല, ഒരു ആവശ്യങ്ങളും ഈ പുള്ളി നടത്തി തരില്ല. ഒരു ജാതി സെറ്റിന് വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കി തരത്തില്ല. ഞങ്ങൾ ഈ 10 സെൻറ്റ് 16 സെൻറ്റ് സ്ഥലത്ത് കിടക്കുന്ന ഒരു കര അടച്ചത് അതും കൊണ്ടല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലാ സ്ഥലത്തും ഫോമുകളെല്ലാം പൂരിപ്പിച്ച് റെഡിയായി വന്നിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു അത് തരാൻ പറ്റില്ല, നിങ്ങൾ പുറമ്പോക്ക് സ്ഥലത്താണ് കിടക്കുന്നത്. സാറേ ഈ കഴിഞ്ഞ കൊല്ലം കര അടച്ചതല്ല, അതെന്ത് ചെയ്യും? അതൊക്കെ അന്ന് അടച്ചത്, ഇനിയിപ്പോൾ അടയ്ക്കാൻ പറ്റില്ല. ബൈസൺ വാലി പഞ്ചായത്തിലെ ഡിജിറ്റൽ സർവേ പൂർത്തിയായതോടെ വലിയ തെറ്റുകളാണ് ഉണ്ടായിട്ടുള്ളത്. പലരുടെയും പേരിൽ കരമടച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഒരാളുടെ പേരിലായി സർവേ പൂർത്തിയായപ്പോൾ ഈ തെറ്റുകൾ തിരുത്താനാകട്ടെ 60 വർഷം മുമ്പുള്ള രേഖകളാണ് ആവശ്യപ്പെടുന്നത്. ഇതോടെയാണ് കരമടവ് മുടങ്ങിയതും. കരമടയ്ക്കാൻ കഴിയാത്തതിനാൽ ബാങ്ക് വായ്പ എടുക്കുന്നതിനും എടുത്ത വായ്പകളുടെ സബ്സിഡി ആനുകൂല്യവും മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കാത്ത സാഹചര്യവും നിലനിൽക്കുന്നു. ഈ ലോണിൻ്റെ ഒക്കെ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം ഭീമമാകും. അതുകൊണ്ട് കരം കിട്ടുന്നതിനുള്ള ആവശ്യമായ നടപടികൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരണം. ഇവിടെ കരം കെട്ടാൻ വന്നു കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞു, കുറേയധികം പേപ്പറുകൾ കുറിച്ച് വന്നിട്ട് പറഞ്ഞു ഇതുമായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ മലനാട് സഹകരണ ഭവനെ വാങ്ങിയിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ആധാരത്തിൻ്റെ കോപ്പിയും അനുബന്ധ സാധനങ്ങളും എടുത്തുകൊണ്ട് തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പം ഓഫീസറെ കണ്ടു കഴിഞ്ഞപ്പം ഓഫീസർ പറഞ്ഞു ഞാൻ 5 മണിക്ക് ശേഷം 4 മണിക്ക് ശേഷം വന്നാമെന്ന് പറഞ്ഞു. 4 മണിക്ക് ശേഷം വന്നാമെന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം ദേഷ്യം തോന്നുന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, സാറേ എനിക്ക് കരം കിട്ടുന്നതിലേക്ക് എനിക്ക് 7000 രൂപ തരേണ്ട വരും, അതിൽ രൂപ എനിക്ക് നഷ്ടമുണ്ടാകും, സാറ് പൈസ തരേണ്ട വരും, അതുകൊണ്ട് അത് ചെയ്തേ മതിയാവും. ഏതായാലും അരമണിക്കൂർ കഴിഞ്ഞ് പുള്ളിയുടെ ഓടി വരുത്തി പേപ്പറുകളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇതിന് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം തീർത്ത് കഴിഞ്ഞാലേ കരം കെട്ടാനാവുള്ളൂ, അല്ലെങ്കിൽ സബ്സിഡി നഷ്ടപ്പെടുമെന്ന് അവർക്ക്. വില്ലേജ് ഓഫീസർ ലീവ് എടുത്തു പോയതും വലിയ വെല്ലുവിളിയായി. ഡിജിറ്റൽ സർവേ പൂർത്തിയായ സ്ഥലത്തിന്റെ കരമടയ്ക്കുന്നതിന് വില്ലേജ് ഓഫീസറാണ് അപ്രൂവൽ നൽകേണ്ടത്. ഇതാണ് സാങ്കേതിക കാരണമായി വില്ലേജ് അധികൃതർ പറയുന്നത്. നമ്മുടെ അടുത്ത് വില്ലേജിൽ ഡിജിറ്റൽ സർവേ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം OTP എന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടെങ്കിൽ കർഷകർക്ക് കരമടയ്ക്കാൻ പറ്റുള്ളൂ. അത് OTP ചെയ്യണമെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് മാത്രമേ അതിന് ലോഗിനുള്ളൂ, മറ്റുള്ള ജീവനക്കാർക്ക് ആർക്കും ഇല്ല. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. വില്ലേജ് ഓഫീസർ ഉള്ള ദിവസം മാത്രമേ കരമടയ്ക്കാൻ പറ്റൂ. നിലവിൽ വില്ലേജ് ഓഫീസർ നമ്മുടെ വില്ലേജ് ഓഫീസർ ലീവിലാണ്, കുഞ്ഞത്തിന് വില്ലേജ് ഓഫീസറാണ് ചാർജ്. അത്യൊക്കെ ചെയ്യാം, അത്യാവശ്യം ഉള്ള ദിവസം ചെയ്യാൻ പറ്റും. അതേസമയം നിലവിലെ പ്രതിസന്ധി മറികടക്കുന്നതിന് പഴയ രീതിയിൽ കരമടയ്ക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും പുതിയ സർവേയിലെ പിഴവുകൾ തിരുത്തുകയും ചെയ്യണമെന്നും ഇല്ലായെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കി. സാധാരണ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ലാൻഡ് രജിസ്റ്ററാക്കി അതിൻ്റെ നടപടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയി. അതിനകത്തെ പിഴവുകൾ കാരണം ഇന്ന് ബൈസൺ വാലി വില്ലേജിൽ ഒരു കാരണവശാലും കരമടയ്ക്കാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആൾക്കാർക്ക് ലോണുകൾ പുതുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് കരം കെട്ടിയത് ആവശ്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസിൽ നിന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല. പ്രശ്നം പരിഹരിക്കുന്നതിന് ഇടതു നേതാക്കൾ റവന്യൂ മന്ത്രിയുടെ ഓഫീസുമായി പോലും ബന്ധപ്പെട്ടിരുന്നു.
ഉടൻ പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് നൽകിയെങ്കിലും നടപടിയില്ല. ഡിജിറ്റൽ സർവേ പൂർത്തിയായതോടെ കുടിയേറ്റ കാലം മുതൽ കരമടച്ചിരുന്ന ഭൂമിയിൽ അഭയാർത്ഥികളായി മാറിയിരിക്കുകയാണ് ബൈസൺ വാലിയിലെ കർഷകർ. സിറ്റി വിഷൻ, ബൈസൺ വാലി. ഇടുക്കി ജില്ലയിലെ ഇന്റർനെറ്റ് കേബിൾ TV മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരുടെ തണ്ടർ ഡിജി നെറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ISP ലൈസൻസ് ലഭ്യമായി. ലൈസൻസ് ലഭ്യമായതോടെ ഇനി മുതൽ ഗുണമേന്മയുള്ള ഇന്റർനെറ്റ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു നൽകാനാകുമെന്നും കമ്പനി വ്യക്തമാക്കി. 2015 മുതൽ ഇടുക്കി, കോട്ടയം ജില്ലകളിലായി പ്രവർത്തിക്കുന്ന കേബിൾ TV ഇന്റർനെറ്റ് ഗ്രൂപ്പ് കൂട്ടായ്മയുടെ വളരെ കാലത്തെ ശ്രമഫലമായാണ് തണ്ടർ ഡിജിനെറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ISP ലൈസൻസ് ലഭ്യമാക്കിയത്. ജില്ലയിലെ തന്നെ 70-ൽ പരം ഓപ്പറേറ്റർമാരുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്വന്തമായി ISP ലൈസൻസ് നേടുന്നതിലൂടെ ഗുണമേന്മയുള്ള ഇന്റർനെറ്റ് കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കമ്പനി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് DOT ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഡീഷണൽ DGT ബെന്നി ചിന്നപ്പൻ, DDG ടെക്നോളജി തോമസ് വർഗീസ, ഡിജി റൂറൽ രാമേശ്വർ ദരിവാൾ, ഡയറക്ടർ ടെക്നോളജി തുളസി രാജശേഖരൻ, ADET ടെക്നോളജി സ്റ്റാൾവാർഡ് ഷൈൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ MD സിബി സെബാസ്റ്റ്യൻ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. കേന്ദ്ര ഗവൺമെന്റ് DOT നിയമങ്ങൾ എല്ലാം പാലിച്ച് ISP ലൈസൻസ് നേടിയെടുക്കുന്നതിന് തണ്ടർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ സിബി സെബാസ്റ്റ്യൻ, ഡയറക്ടർ റോമി ജോസഫ, ബോർഡ് മെമ്പേഴ്സായ ഷിനോജ് സെബാസ്റ്റ്യൻ, സിബിച്ചൻ ജോസഫ, മനോജ് മാത്യു, ബിജു മാത്യു, രഞ്ജിത്ത് KM, മൈക്കിൾ രാജ, ജെയ്സൺ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. കമ്പനി ബോർഡ് മെമ്പറായ മൈക്കിൾ രാജിന്റെ നേതൃത്വത്തിലാണ് ISP ലൈസൻസ് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത്. 2020 മുതൽ 2023 വരെ ഡയറക്ടറായിരുന്ന ജോർജ് മാത്യു, ബിനോജ് ലപ്പക്കട, അനീഷ് തോപ്രാങ്കുടി എന്നിവരുടെയും കൂട്ടായ പ്രവർത്തനമാണ് കമ്പനിക്ക് ISP ലൈസൻസ് നേടിയെടുത്തത്. സംസ്ഥാനത്ത് വിവിധ മേഖലകളിലെ ഓപ്പറേറ്റർമാരെ കണ്ടെത്തി നേരിട്ട് ഇന്റർനെറ്റ് വിതരണം തുടങ്ങുവാനാണ് കമ്പനിയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ. ഇടുക്കി ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിന്റെയും ജില്ലാ വിമൻസ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട് ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നമ്മളുടെ പൊതുസമൂഹത്തിന് യോജിച്ചതല്ല എന്നും ഇത്തരം സാഹചര്യങ്ങളിൽ കർശനമായ നടപടികളാണ് ആവശ്യമെന്നും കളക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷ പരിപാടിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ വനിതാ ശിശു വികസന വകുപ്പിന്റെയും ജില്ലാ വിമൻസ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ കുയിലിമലയിലെ ഗിരിറാണി ഹാളിൽ നടന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി IDWC ഗോൾഡൻ ജൂബിലി 2026 പ്രമുഖരെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതകൾക്കെതിരെയുള്ള അതിക്രമം ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം. പ്രത്യേകിച്ച് ഇന്ന് പോഷാക്കിനെ കുറിച്ചൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നറിയാം. കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് എതിരെയുള്ള അതിക്രമം എന്നല്ല നമ്മുടെ പൊതുസമൂഹത്തിന് തീരെ യോജിച്ച ഒരു പ്രവൃത്തിയല്ല. അതിനൊക്കെ കർശനമായ ഒരു ശക്തമായ നടപടികളൊക്കെ വേണമെന്നുള്ളത്. ജില്ലാ വുമൻസ് കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ശ്രീകല P അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. ADM ഷൈജു P ജേക്കബ് മുഖ്യ സന്ദേശം നൽകി. ജില്ലാ വുമൻസ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം, CWC ചെയർമാൻ സെബാസ്റ്റ്യൻ മാത്യു, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ പ്രമീള ദേവി, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ നിഷ VI, റിൻസി ജോസ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ദീർഘകാലം വുമൻസ് കൌൺസിൽ സേവനങ്ങൾ നൽകുകയും സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും ചെയ്ത വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. സിറ്റി വിഷൻ, ഇടുക്കി. വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജക്കാട് ചെരിപുറം ലൂസി ജോസഫ് പുതുപ്പറമ്പിൽ എന്ന വ്യവസായ സംരംഭകയെ ആദരിച്ചു. കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് 8ാം വാർഡ് മെമ്പറുമായ ജോഷി കന്യാകുഴിയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. വാർഡ് മെമ്പർ സാജു വാഴപ്ലാക്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജീന ടെൻസൺ, വാർഡ് പ്രസിഡന്റ് റോയി കോലങ്കുഴിയിൽ എന്നിവർ ചേർന്നാണ് ആദരിച്ചത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി എല്ലാ വർഷവും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു വനിതയെ ആദരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു യുവ സംരംഭകയെ ഇന്ന് ആദരിക്കുന്നത്. നമുക്കറിയാം, രാജക്കാട്ടിലെ ഇവർ രണ്ടുപേരും ജോസേറിനും ലുസ്യജിയിൽ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. അവരൊരു അച്ചാറ് പോലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് ബിസിനസ് നടത്തി ഉപജീവനം നടത്തുന്ന ആളാണ് ലൂസി ചേച്ചി. അപ്പോൾ ഞങ്ങൾ ഇന്ന് വനിതാ ദിനമായിട്ട് പ്രിയപ്പെട്ട ലൂസി ചേച്ചിയെ ഇന്ന് ആദരിക്കാൻ വേണ്ടി വന്നതാണ്. വനിതാ സംരംഭം ഏറ്റവും നല്ല രീതിയിൽ ഈ പഞ്ചായത്തിൽ ചെറിയ ഈ യൂണിറ്റ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംരംഭം എന്ന നിലയിൽ മറ്റേ എല്ലാ വിധ അംഗീകാരങ്ങളും പല പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുടുംബശ്രീയിൽ നിന്നാണേലും
മറ്റു സർക്കാരിൻ്റെ നല്ലൊരു ശുപാർശയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി ഈ സംരംഭം വളരെ വിജയകരമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ ഈ ജില്ലയ്ക്ക് പുറത്തേക്കും ഈ സംരംഭം വ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ ശക്തമാക്കി ഇടതുപക്ഷം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും പീരുമേട്ടിൽ സലിംകുമാറും സ്ഥാനാർത്ഥികളാകും. അതേസമയം ഇടുക്കി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുത്ത യുവ നേതാവിനെ പരീക്ഷിക്കാനുള്ള നീക്കവും നടത്തുന്നു. പീരുമേട്ടിൽ റോയ് കെ പൗലോസ് അടക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ. വിവരങ്ങളുമായി ഷിനു വളകോട് ചേരുന്നു. ഷിനു, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സീറ്റ് നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് മിക്കവാറും മണ്ഡലങ്ങളിലും ഒറ്റപ്പേരിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രഖ്യാപനത്തിന് ചില സാങ്കേതികത്വങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ഉടുമ്പൻചോലയിൽ കെ ജയചന്ദ്രനും പീരുമേട്ടിൽ CPയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കെ സലിംകുമാറും സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇന്ന് വ്യത്യസ്തമായി UDFൽ നിരവധി പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇടുക്കി നിയോജക മണ്ഡലം കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇങ്ങനെ വരികയാണെങ്കിൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന അലോഷ്യസ് സേവറിന്റെ പേരിനാണ് ഏറെ പ്രാമുഖ്യം. ഇതോടൊപ്പം തന്നെ ജോയ് വെട്ടിക്കുഴി, അനീഷ് ജോർജ്, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ എന്നിവരുടെ പേരുകളും ഏറെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ ഇടുക്കി നിയോജക മണ്ഡലം അലോഷ്യസ് സേവർ സ്ഥാനാർത്ഥി ആകുകയാണെങ്കിൽ പീരുമേട്ടിൽ ഗ്രൂപ്പിൽ പെടുന്ന ഷാജി പൈനടത്തിനാണ് ഏറെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ റോയ് കെ പൗലോസ്, സിറിയക് തോമസ് എന്നിവരുടെ പേരുകളും ഏറെ സജീവമായി മുമ്പിൽ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇടുക്കി ജില്ലയിൽ UDF ഏറെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി സീറ്റുകൾ പിടിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണ് UDF വൃത്തങ്ങൾ. ഖജനാപ്പാറയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഷാജി കൊച്ചുകരോട്ട് വീട് കയറി ആക്രമണം നടത്തിയെന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. ഇതിനു മുമ്പും കോൺഗ്രസ് നേതാവിനെതിരെ എതിർകക്ഷികൾ വിവിധയിടങ്ങളിൽ വ്യാജ പരാതി നൽകിയിട്ടുണ്ടെന്നും അതെല്ലാം തള്ളിക്കളഞ്ഞതാണെന്നും ഷാജി കൊച്ചുകരോട്ട് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തുകൂടിയുള്ള റോഡ് കയ്യേറുകയാണ് ഉണ്ടായതെന്നും നേതാക്കൾ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഷാജി കൊച്ചുകരോട്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വീട് കയറി സ്ത്രീകളെ ആക്രമിച്ചെന്ന വാർത്തകൾ പുറത്തുവന്നത്. 5 സ്ത്രീകൾ ആശുപത്രികളിൽ ചികിത്സ തേടുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജാക്കാട് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഷാജിക്ക് പിന്തുണയുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്തെത്തിയത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ട് പറഞ്ഞു. ഷാജി എത്തുമ്പോൾ ഷാജിയുടെ ഭാര്യയും മകളും മറ്റയൽക്കാരും ഉണ്ടായിരുന്നു. ഷാജിയുടെ മകളെയും ആക്രമിക്കുന്നത് കൊണ്ടുകൊണ്ടാണ് ഷാജി ചെന്ന് വട്ടം പിടിച്ചതും അങ്ങനെ ആണ് ബഹളം ഉണ്ടായത്. എന്നാൽ ഈ പറയുന്ന സംഭവം എല്ലാം നടക്കുന്നത് ഷാജി വില കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്താണ്. അവരുടെ വീട്ടിൽ കയറി ആക്രമിക്കുകയോ അവരുടെ വീട്ടിൻ്റെ പരിസരത്ത് കാല് കുത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ വാദങ്ങൾ മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. 7 വർഷം മുമ്പ് ഷാജി വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തുകൂടിയാണ് റോഡ് നിർമ്മിച്ചത്. ഇതിനോട് ചേർന്ന 2 അടി നടപ്പുവഴിയും ഉണ്ടായിരുന്നു. എന്നാൽ എതിർകക്ഷികൾ വില കൊടുത്തു വാങ്ങിയ സ്ഥലം കയ്യേറി മതിൽ കെട്ടുകയായിരുന്നെന്നും പ്രശ്നം പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പോലീസും ജനപ്രതിനിധികളും ഇടപെട്ടിട്ടുണ്ട്. മതിൽ കെട്ടാനുള്ള സ്ഥലം പോലീസ് എത്തി അടയാളപ്പെടുത്തി നൽകിയിട്ടും രാത്രിയുടെ മറവിൽ റോഡിലേക്ക് ഇറക്കി എതിർകക്ഷികൾ മതിൽ നിർമ്മിക്കുകയാണ് ചെയ്തതെന്ന് നേതാക്കൾ പറഞ്ഞു. ഷാജി സ്ഥാപിച്ചിരുന്ന ഗേറ്റ് രാത്രിയിൽ പൊളിച്ചു നീക്കുന്നെന്ന് അറിഞ്ഞെത്തിയ ഷാജിയെയും മകളെയും ഭാര്യയെയും ആക്രമിക്കുകയാണ് ചെയ്തതെന്നും ഇവർ പറയുന്നു. ഈ ഷാജിയെ കള്ളക്കേസ് കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ കരുതി കൂട്ടി കമ്പും പത്തലും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആണ് അവർ ഗേറ്റ് തള്ളിപ്പൊളിച്ചത്. ഈ സംഭവം ഗേറ്റ് തള്ളിപ്പൊളിച്ച് അറിയുമ്പോൾ ഷാജി വരികയും ഷാജിയെ മറ്റു രീതി കേസുകളിൽ പെടുത്താം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില BJP നേതാക്കളുടെ ഒത്താശയോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അവരുടെ കാര്യം പറഞ്ഞാൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് മറ്റുള്ളവരുടെ പട്ടയ സ്ഥലത്ത് കയറി അതിർതർക്കം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് BJPക്കാരുടെ ഒരു മുഖമുദ്രയായിട്ട് മാറിയിരിക്കുകയാണ്. സംഭവം നടന്നത് ഷാജി വില കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ്. എതിർകക്ഷികളുടെ വീട്ടിലേക്ക് കയറിയിട്ടുമില്ല. എതിർകക്ഷികൾ ഷാജിയെ കള്ളക്കേസിൽ കുടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടത്തിയത്. അതിനായി ആയുധങ്ങൾ സഹിതം കരുതിയിരുന്നെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് BJP ആണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. സിറ്റി വിഷൻ രാജകുമാരി. ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷാംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്ന ആരോപണവുമായിട്ടാണ് വൈസ് പ്രസിഡന്റും BJP അംഗവും പ്രതിപക്ഷാംഗങ്ങളും കമ്മിറ്റി ബഹിഷ്കരിച്ചത്. കരാർ ജീവനക്കാരിയുടെ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. ഉപ്പുതറ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന അടിയന്തര കമ്മിറ്റിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ടെക്നിക്കൽ അസിസ്റ്റന്റിന് കരാർ പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റും
7ാം വാർഡ് അംഗവുമായി രമണി രൂപേഷ് കമ്മിറ്റിയിൽ ആവശ്യമുന്നയിച്ചു. അജണ്ടയിലില്ലാത്ത കാര്യമായതിനാൽ 12ാം തീയതിയിലെ കമ്മിറ്റിയിൽ പരിഗണിക്കാമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ഇതേ തുടർന്നാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്ന് ആരോപിച്ച പ്രതിപക്ഷ അംഗങ്ങളും BJP അംഗവും ഇറങ്ങിപ്പോയി. പിന്നാലെ വൈസ് പ്രസിഡന്റ് രമണി രൂപേഷും കമ്മിറ്റി ബഹിഷ്കരിച്ചു. ഇന്നത്തെ കമ്മിറ്റി തീരുമാനം അംഗീകരിച്ചിട്ടില്ലെന്ന് ഒപ്പിട്ട കത്തും നൽകി. ബഹിഷ്കരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസക്കാലമായി ഞങ്ങളുടെയൊക്കെ വാർഡുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊന്നും കൃത്യമായി പഞ്ചായത്ത് സെക്രട്ടറി ശ്രദ്ധിക്കാതെ പോവുകയും ഒക്കെ ഞങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റിനെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ഉദ്യോഗസ്ഥ ഭരണമാണ് ഇപ്പോൾ നമ്മുടെ ഉപതല പഞ്ചായത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിനോട് ഒരിക്കലും നമുക്ക് യോജിച്ചു പോകാൻ കഴിയില്ല. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഞങ്ങളെ ഈ പറയപ്പെടുന്ന 18 പേരെയും വിജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു പോകാൻ വേണ്ടിയല്ലല്ലോ. നാട്ടിൽ അതാത് സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ടതാണ്. കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അതിന് പരിഹാരം കണ്ടുപോകണം. അതിനാണ് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിനകത്തും അത് നടക്കാതെ വരുന്നു. കരാർ ജീവനക്കാരിയുടെ കരാർ പുതുക്കി നൽകില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. 12-ന് നടക്കുന്ന കമ്മിറ്റിയിൽ അജണ്ടയിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത്. അജണ്ടയില്ലാത്ത കാര്യം ഇപ്പോൾ തന്നെ തീരുമാനിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷവും വൈസ് പ്രസിഡന്റും ഇറങ്ങിപ്പോയതെന്ന് പ്രസിഡന്റ് ഷീല രാജനും പ്രതികരിച്ചു. ഞാൻ സെക്രട്ടറി രാവിലെ ചോദിച്ചപ്പോൾ അജണ്ടയിലില്ലല്ലോ, നമുക്ക് അടുത്ത കമ്മിറ്റി 12-ാം തീയതി വെക്കുന്നുണ്ട്, അന്നേരം അജണ്ടയിൽ ഉൾപ്പെടുത്താമെന്ന് അതിനോട് പറയുകയും ചെയ്ത. അന്നേരം അവര് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നു അതിന് പിന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ എന്ത് ചെയ്യും? ഇലക്ഷൻ അതിന് പിന്നെ ഡിക്ലെയർ അതിന് മുൻപ് നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ ഇനി 12-ാം തീയതി ഒരു അജണ്ട ഇട്ട് എടുക്കാൻ പോകുന്നുണ്ടല്ലോ. ഇന്നത്തെ കമ്മിറ്റികളിൽ തീരുമാനിച്ച ഒരു 3-4 എണ്ണം അടുത്ത അജണ്ട വെക്കാനുള്ള അന്നേരം അതൊന്നും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പുള്ള നടത്തേണ്ട കാര്യങ്ങളല്ലേ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ബാക്കി അന്നേരം തന്നെ നോക്കും. ഇതാണ് അവിടെ സംഭവിച്ചത്. അന്നേരം അവര് ഇത് എല്ലാവരും ഒന്നിച്ച് വൈസ് പ്രസിഡന്റും കൂടി ഒന്നിച്ച് ഇറങ്ങിപ്പോയത്. ഉദ്യോഗസ്ഥ ഭരണം ആരോപണം മാത്രമാണ്. ഓഫീസ് നിർവഹണത്തിന്റെ ഭാഗമായുള്ള ഇടപെടൽ മാത്രമാണ് സെക്രട്ടറി എന്ന നിലയിൽ താൻ ബന്ധപ്പെടാറുള്ളൂ എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി മുജീബ് വ്യക്തമാക്കുന്നത്. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇടുക്കി നിയോജക മണ്ഡലത്തിലെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി LDF വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നു. മാർച്ച് 9 മുതൽ 12 വരെ നടക്കുന്ന ജാഥയ്ക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ക്യാപ്റ്റനാകും. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ കൈവരിച്ച വികസന നേട്ടങ്ങളും മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളും ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് ജാഥയുടെ ലക്ഷ്യമെന്ന് ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. ആരോഗ്യ, വിദ്യാഭ്യാസ, വ്യവസായ മേഖലകളിലെ പുരോഗതിയോടൊപ്പം സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ സംസ്ഥാനത്തെ വലിയ മാറ്റം സൃഷ്ടിക്കുന്നതായി LDF നേതൃത്വം വ്യക്തമാക്കി. ഇടുക്കി മണ്ഡലത്തിൽ മെഡിക്കൽ കോളേജ് വികസനം, മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള റോഡ് വികസനങ്ങൾ, പാലങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയതായും നേതാക്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ആ പ്രളയകാലത്ത് 2018 കിടന്ന ചെറുതോണിയാണോ ഇപ്പോഴത്തെ ചെറുതോണി? ഈ ബസ് സ്റ്റാൻഡിന് വേണ്ടി തന്നെ എത്ര കോടി രൂപ ചെലവഴിച്ചു? 7 കോടി രൂപയാണ് ചെലവഴിച്ചു. ആ ബസ് സ്റ്റാൻഡിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രശ്നം എന്താ? ഇപ്പൊ ചെറുതോണി ബസ് സ്റ്റാൻഡ് നമ്മളെക്കാലത്തും എപ്പോഴും പറയും, നമുക്കൊരു താൽക്കാലിക ബസ് സ്റ്റാൻഡ് താഴെ ഉണ്ടായിരുന്നു, അത് പ്രളയത്തിൽ എടുത്തുപോയി. അതിനുശേഷം സ്ഥലം കണ്ടെത്തി നമുക്ക് മുകളിൽ അതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം, ആദ്യം ഒരു 50 ലക്ഷം രൂപ പിന്നെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് അവിടെ എർത്ത് വർക്കുകൾ നടന്നത്. അതിനുശേഷം LDFന്റെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി 2 കോടി 85 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ബിൽഡിംഗ് വന്നത്. 80 ലക്ഷം രൂപ MLA അതിനുശേഷം മാറ്റിവെച്ചിട്ടാണ് യാർഡ് കൊണ്ടത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ ജാഥ മാനേജരായും CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MK പ്രിയൻ വൈസ് ക്യാപ്റ്റനുമായി പങ്കെടുക്കും. മാർച്ച് 9 രാവിലെ 8:30 മൂലമറ്റത്തു നിന്നും സഹകരണ വകുപ്പ് മന്ത്രി BN വാസവൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിലെ യോഗങ്ങളിൽ ജോസ് കെ മാണി MP, CPIM ജില്ലാ സെക്രട്ടറി CB വർഗീസ, CPI ജില്ലാ സെക്രട്ടറി K സലിംകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ചെറുതോണിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ LDF നേതാക്കളായ റോമിയോ സെബാസ്റ്റ്യൻ, ഷാജി കാഞ്ഞമല, അനിൽ കൂവപ്ലാക്കൽ, ഷിജോ തടത്തിൽ, ജെയിംസ് പ്ലാക്കുഴി എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. ഇടുക്കി MLA റോഷി അഗസ്റ്റിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് NDAയുടെ നേതൃത്വത്തിൽ ഈ മാസം 9-ാം തീയതി ജനകീയ മാർച്ച് സംഘടിപ്പിക്കും. രാവിലെ 10-ന് ആരംഭിക്കുന്ന പ്രതിഷേധ പരിപാടി BJP സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിൽ 1/4 നൂറ്റാണ്ട് തികയുന്ന MLAയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിലയിരുത്തും. വികസന മുരടിപ്പിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുവാനാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് NDA നേതാക്കൾ ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിലും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലും പ്രാദേശിക ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിച്ച NDA ഒപ്പ് ശേഖരണം നടത്തിയിട്ടുണ്ട്. ശേഖരിച്ച ഒപ്പുകൾ മാർച്ചിനിടെ ജില്ലാ നേതൃത്വത്തിന് കൈമാറുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് പറഞ്ഞു.
ഇടുക്കിയിലെ നീണ്ടു നിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക്, പട്ടയ വിഷയങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത് അയാളുടെ എത്രയോ മാസങ്ങൾ, വർഷങ്ങൾ പിന്നിടുന്നു. എന്നിട്ടും അത് നടപ്പിൽ വരുത്താനായിട്ട് പറ്റാത്ത ഒരു സർക്കാരുണ്ട്, ഇടതുപക്ഷ സർക്കാർ. ക്രമവൽക്കരണത്തിലൂടെ ഇവിടുത്തെ പട്ടയ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂ വിഷയങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇടുക്കിയിലെ നിർമ്മാണ നിരോധനം ഇതുവരെ പരിഹരിക്കപ്പെടാത്തതും ഭൂപതിവ് നിയമ ഭേദഗതിയിലെ രണ്ടാമത്തെ ചട്ടം വിജ്ഞാപനം ചെയ്യാത്തതും കട്ടപ്പന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന വാഗ്ദാനം നടപ്പാക്കാത്തതും ഇത്തരം വിഷയങ്ങൾ പരിപാടിയിൽ ഉയർത്തിക്കാട്ടുമെന്ന് നേതാക്കൾ പറഞ്ഞു. ടൂറിസം മേഖലയിലെ പല പദ്ധതികളും വാഗ്ദാനങ്ങളിലും ഉദ്ഘാടനങ്ങളിലും മാത്രം ഒതുങ്ങുകയാണെന്നും NDA ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് VC വർഗീസ, BDJS സംസ്ഥാന സമിതി അംഗം മനേഷ് കുടിക്കയത്ത്, നിയോജകമണ്ഡലം ഇൻചാർജ് രതീഷ് വരകുമല, മണ്ഡലം പ്രസിഡന്റ് ലീന രാജു എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ഇടവേള. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. മലയോരത്തിന്റെ വോളിബോൾ മാമാങ്കമായ സേനാപതി വോളി 2K26 വരുന്ന 9-ാം തീയതി മുതൽ സേനാപതിയിൽ തുടക്കമാകും. സേനാപതി മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും വോളിബോൾ ടൂർണമെന്റ് നടത്തപ്പെടുന്നത്. മലയോരത്തിന്റെ കായികാവേശത്തിന് എന്നും ഹരം പകരുന്നതാണ് വോളിബോൾ. അതുകൊണ്ട് തന്നെ നാടൊന്നാകെ ആവേശത്തോടെയാണ് സേനാപതി വോളിയെ എല്ലാ വർഷവും വരവേൽക്കുന്നത്. ഇത്തവണയും വിപുലമായ രീതിയിൽ വരുന്ന 9-ാം തീയതി മുതലാണ് സേനാപതി വോളി 2K26 15-ാം തീയതി വരെ നടത്തപ്പെടുന്നത്. സേനാപതി മലർവാടി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് എല്ലാ വർഷവും മുടങ്ങാതെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 9-ാം തീയതി വൈകിട്ട് ഉടുമ്പൻചോല MLA MM മണി ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സേനാപതി വോളി വീണ്ടും തുടങ്ങുകയാണ്. കോവിഡിന്റെ മഹാമാരി കാലത്ത് നിന്നുപോയ ഉത്സവം, അതായത് സേനാപതി ഗ്രാമപഞ്ചായത്തിന്റെയും സേനാപതി നിവാസികളുടെയും ഒരു ഉത്സവ കാലഘട്ടമായിരുന്നു സേനാപതി വോളിബോൾ ടൂർണമെന്റ്. ഈ ടൂർണമെന്റ് 2026 മാർച്ച് 9-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റുവാൻ ഈ നാട്ടിലെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈ ഉത്സവത്തിന് എത്തിച്ചേരണം. ഈ ടൂർണമെന്റ് ഇപ്രാവശ്യത്തെ ടൂർണമെന്റിൽ മത്സരിക്കുന്ന ടീമുകൾ മുഴുവൻ കോളേജ് ടീമുകളാണ്. ഗാന്ധി, കേരള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിലെ ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങളിൽ വിന്നേഴ്സായവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചവരുമായ മുഴുവൻ ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ ടൂർണമെന്റ് ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ ടൂർണമെന്റിലെ വിന്നേഴ്സിന് നൽകപ്പെടുന്ന ക്യാഷ് അവാർഡിൻ്റെ ഒരു ഫാൻസി നമ്പറാണ്. വിന്നേഴ്സിന് 55,555 രൂപയും റണ്ണേഴ്സ് അപ്പിന് 44,444 രൂപയും വിവിധ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയുമാണ് നൽകുന്നത്. മലർവാടി സ്പോൺസർ ചെയ്തിരിക്കുന്ന PM സുബൈർ പുളിക്കൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും, സുനി വട്ടത്തറയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന സുരേഷ് വട്ടത്തറയിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും
അർജുൻ കൃഷ്ണ പുള്ളോലിക്കൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എവറോളിംഗ് ട്രോഫിയും ഫ്രണ്ട്സ് സ്വയം സഹായ സംഘം സേനാപതി സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയദർശിനി എവറോളിംഗ് ട്രോഫിയും അനിൽ രാജ തെങ്ങുമൂട്ടിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന KR രാജു ആൻഡ് ലക്ഷ്മി തെങ്ങുമൂട്ടിൽ എവറോളിംഗ് ട്രോഫിയും അബ്രഹാം ഐസക്ക പാറച്ചാലിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന പ്രിയദർശിനി എവറോളിംഗ് ട്രോഫിയും ബിജു പുള്ളോലിക്കൽ നൽകുന്ന 55,555 രൂപ ക്യാഷ് അവാർഡും റണ്ണേഴ്സ് അപ്പിന് മഹേഷ് മാത്യു കക്കാട് സ്പോൺസർ ചെയ്തിരിക്കുന്ന KK മാത്യു കക്കാട് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ജോയി സ്പോൺസർ ചെയ്തിരിക്കുന്ന MT പൗലോസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും TK ജേക്കബ് തൊട്ടിയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എവറോളിംഗ് ട്രോഫിയും ശാന്തം എസ്റ്റേറ്റ് നൽകുന്ന 44,444 രൂപ ക്യാഷ് അവാർഡുമാണ് നൽകുന്നത്. ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം പൂർത്തിയായി വരുന്നതായി ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി വിഷൻ സേനാപതി. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഡെയ്സി ജോയ് അവതരിപ്പിച്ച ബജറ്റിൽ കാർഷിക മേഖലയ്ക്കും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയ്ക്കും ടൂറിസം വികസനത്തിനും അടക്കം ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. 22,13,32,936 രൂപ വരവും 21,19,110 രൂപ ചിലവും 94,31,026 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ഡെയ്സി ജോയ് അവതരിപ്പിച്ചത്. ഒരു കാർഷിക ഗ്രാമമായ രാജകുമാരിയിലെ പലയിനം കൃഷികൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ള കൃഷികൾ കൂടുതൽ മെച്ചപ്പെട്ടതിനുമായി തുക വകയിരുത്തിയിട്ടുണ്ട്. ജൈവവളം രാജകുമാരി എന്ന ബ്രാൻഡിൽ തന്നെ ഇറക്കുന്നതിന് തുക നീക്കിവച്ചിട്ടുണ്ട്. ക്ഷീരമേഖലയുടെ വികസനത്തിനും ജൈവകൃഷി വ്യാപനത്തിനുമായി തുക വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക കുടിയേറ്റ ഗ്രാമമായ രാജകുമാരിയിലെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുകയും ജൈവ കൃഷി പ്രോത്സാഹനവും രാജകുമാരിയുടെ ബ്രാൻഡഡ് വളവുമടക്കം ഉൽപ്പാദിപ്പിക്കുന്നതിനും ബഡ്ജറ്റിൽ തുക വകയിരുത്തി. കൂടാതെ യുവജനങ്ങൾക്ക് തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിന് സോളാർ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കി പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. ഏറെ പ്രാധാന്യത്തോടെ ആരോഗ്യ മേഖലയുടെ പുരോഗതിക്കും മാലിന്യ സംസ്കരണത്തിനും കുടിവെള്ളക്ഷാമത്തിനു പരിഹാരം കാണുന്നതിനുമടക്കം സമസ്ത മേഖലയെയും മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് M. ഈശ്വരൻ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ബഡ്ജറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. പനംകുട്ടി സെന്റ് ജോസഫ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാളും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിന്റെയും സംയുക്ത തിരുനാളും തുടക്കമായി. ഈ മാസം 15 വരെയാണ് തിരുനാൾ. ഇടവക വികാരി ഫാദർ ജോസഫ് പവത്തിൽ കൊടിയേറ്റി. പനംകുട്ടി സെന്റ് ജോസഫ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാളും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളുകൾക്കുമാണ് തുടക്കമായത്. പള്ളി വികാരി ഫാദർ ജോസഫ് പവത്തിൽ കൊടിയേറ്റ് നടത്തിയതോടെ തുടക്കമായി. സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം 5-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ, നൊവേന എന്നിവയുണ്ടായിരിക്കും. 13-ാം തീയതി 5-ന് വിശുദ്ധ കുർബാന ഫാദർ ജോർജ് കോലത്തുപടവിൽ, വൈകിട്ട് 6-ന് ജോസ് മുക്കടം അവതരിപ്പിക്കുന്ന ബൈബിൾ മാജിക് ഷോ, 14-ന് വൈകിട്ട് 4:45-ന് വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നൊവേന വിശുദ്ധ കുർബാന അർപ്പിക്കും. ഫാദർ ഡോക്ടർ ജോസ് തുറവൂക്കൽ CMI സന്ദേശം നൽകും. ഫാദർ ഡോക്ടർ ബെന്നോ പുതിയാപറമ്പിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. 6:30-ന് സെന്റ് മേരീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം. രാത്രി 8-ന് ലൈറ്റ് ഷോ, വാദ്യമേളങ്ങൾ, ആകാശവിസ്മയം എന്നിവയും ഉണ്ടാകും. 15-ന് രാവിലെ 10:15-ന് വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ നൊവേന, ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവ നടക്കും. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് നരിതൂക്കിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 12 മണിക്ക് പ്രദക്ഷിണം, 1 മണിക്ക് ദിവ്യകാരുണ്യ ആശീർവാദവും നേർച്ചയും, വൈകിട്ട് 6:30-ന് കോഴിക്കോട് സങ്കീർത്തന തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന ചിറക് എന്ന നാടകവും ഉണ്ടാവും. സിറ്റി വിഷൻ കൊന്നത്തടി. പൂപ്പാറ തലക്കുളം ശ്രീ സെൽവ വിനായകം ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മഹാകുംഭാഭിഷേകത്തിന് സമാപനമായി. ആയിരക്കണക്കിന് ഭക്തരാണ് മഹാകുംഭാഭിഷേകത്തിൽ പങ്കെടുത്തത്. പൂപ്പാറ തലക്കുളം മേഖലയിലെ കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും സഹകരണത്തോടെ പുനർനിർമ്മാണം നടത്തിയ ശ്രീ സെൽവ വിനായകം ക്ഷേത്രത്തിൽ ഇത്തവണ വിപുലമായ രീതിയിലാണ് മഹാകുംഭാഭിഷേകം നടത്തപ്പെട്ടത്. പൂപ്പാറ തലക്കുളം മേഖലയിലെ തോട്ടം തൊഴിലാളികളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് സെൽവ വിനായകം ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയത്. പൊതുജനങ്ങളുടെയും തോട്ടം തൊഴിലാളികളുടെയും കർഷകരുടെയും സഹകരണത്തോടെയാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത്. പുണ്യനദികളിൽ നിന്നും എത്തിച്ച തീർത്ഥം ഉപയോഗിച്ചാണ് കുംഭാഭിഷേകം നടത്തിയത്.
ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾക്ക് ശിവഗിരി എം തോമസ് അയ്യർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച അന്നദാനവും വിവിധ ആചാര അനുഷ്ഠാനങ്ങളും പൂജാകർമ്മങ്ങളും നടത്തപ്പെട്ടു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ആർ പാണ്ഡ്യൻ, വൈസ് പ്രസിഡന്റ് ആർ ചന്ദ്രൻ, സെക്രട്ടറി AS വെങ്കിടേശൻ, ട്രഷറർ N ബാലമുരുകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, പൂപ്പാറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 15,000 രൂപ, പവന് 1,20,000 രൂപ, വെള്ളി ഗ്രാമിന് 290 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിജിറ്റൽ സർവേ കഴിഞ്ഞതോടെ 50 വർഷത്തിലധികമായി കരമടച്ചു വന്നിരുന്ന ഭൂമിക്ക് കരമടയ്ക്കാൻ കഴിയാതെ ഇടുക്കി ബൈസൺ വാലിയിലെ കർഷകർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയ ഇടതുപക്ഷം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും പീരുമേടിൽ സലിംകുമാറും സ്ഥാനാർത്ഥികളാകും. ഖജനാപ്പാറയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഷാജി കൊച്ചുകരോട്ട വീട് കയറി ആക്രമണം നടത്തിയെന്ന കേസ് കെട്ടിച്ചമച്ചതാണെന്നും ആരോപണം അടിസ്ഥാനരഹിതവുമാണെന്നും കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി. ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് അടക്കം പ്രതിപക്ഷാംഗങ്ങൾ കമ്മിറ്റി ബഹിഷ്കരിച്ചു. ഉപ്പുതറ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്ന ആരോപണവുമായിട്ടാണ് വൈസ് പ്രസിഡന്റും BJP അംഗവും പ്രതിപക്ഷാംഗങ്ങളും കമ്മിറ്റി ബഹിഷ്കരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.